ജീവിതത്തിൻ്റെ യാത്രയിൽ പറയാൻ പറ്റാത്ത പ്രതിസന്ധികളും താങ്ങാൻ പറ്റാത്ത വിഷമങ്ങളും ജീവിതത്തിലേറെ എല്ലാവരെയും പോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതാരോടും പറയാനോ പറഞ്ഞ് പ്രചരിപ്പിക്കാനോ ഞാൻ മുതിർന്നിട്ടില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ താങ്ങാവുന്നതിലപ്പുറം സങ്കടവും പ്രാരാബ്ദങ്ങളുമായപ്പോൾ ചിലതൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു. ഞാൻ കാരണം ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും മാപ്പ് മാത്രം. ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പറമ്പാണ്. ഇവിടെയൊക്കെ ഏകദേശം ഒരു 3-4 ദിവസത്തിന് മുന്നേ ഭയങ്കര കാടായിരുന്നു, നല്ല കാടായിരുന്നു. മുന്നേ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ കഴിയും, ഇവിടെയൊക്കെ നല്ല കാടായിരുന്നു. എന്തെങ്കിലും ഒന്ന് ഉണ്ടായിട്ട് ഒരു മനുഷ്യൻ കൂടി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല, അത്രത്തോളം കാടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ അതൊക്കെ പറമ്പിൻ്റെ ഉടമസ്ഥന്മാരുമൊക്കെ ഇടപെട്ടിട്ട് പറമ്പ് നല്ല പോലെ ചെത്തി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ആ വഴിയൊന്നും കാണാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയൊന്നുമല്ല, നല്ലതുപോലെ വൃത്തിയാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ മണി ഏകദേശം ഒരു 1:45 ചോറ് ഇതാ ഇങ്ങനെ വേവണതേ ഉള്ളൂ. ഭയങ്കര ജലദോഷവും പനിയും കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഇടാൻ കഴിഞ്ഞിട്ടില്ല. കുറേ കാരണങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് എല്ലാം ഞാൻ വഴി അറിയിക്കും. അപ്പോൾ ഏവർക്കും പ്രിയപ്പെട്ട പാറു അവിടെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, നല്ല ഉറക്കത്തിലാണ്. കുറേ ദിവസമായിട്ട് ആൾക്ക് ഭയങ്കര ക്ഷീണമാണ്, അറിയില്ല പാറുവിന് എന്തോ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റിനുമുള്ള പറമ്പുകാർ ഫുള്ള് വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ, എന്താണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ നല്ല പോലെ ഇതാ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫുള്ളും കാടെല്ലാം ചെത്തി പറിച്ച് വൃത്തിയാക്കി നല്ല വെടുപ്പാക്കി തന്നിട്ടുണ്ട്. അപ്പം തന്നെ കുറേയേറെ സമാധാനമായി. മറ്റേത് ചുറ്റും കാടും കാടിൻ്റെ ഉള്ളിൽ ഞാനുമായിരുന്നു. ഇപ്പോൾ കാട് കുറേ മാറിയപ്പോൾ മനസ്സിനും ഭയങ്കര സന്തോഷവും റാഹത്തും ഒക്കെ ആയി, അൽഹംദുലില്ലാ. പിന്നെ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ നിങ്ങളെല്ലാവരെയും പോലെ, ഇത് എൻ്റേത് മാത്രമല്ല, ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. ചിലത് നമുക്ക് ആരോടും പറയാൻ കഴിയൂല. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആദ്യം കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ഒരു കൂട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടുന്ന് എന്തോ കുറച്ച് ലോങ്ങിലാണ് അവിടെ പോസ്റ്റ് ഉള്ളത്. അപ്പോൾ എന്തോ ഇവിടുന്ന് നീളം കൂടുതലായതുകൊണ്ട് ഇത്രയും അടി എന്തോ കൂടിപ്പോയതുകൊണ്ട് കെട്ടാൻ കഴിഞ്ഞില്ല. അങ്ങനെ അതവിടെ നിലനിർത്തിയിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ അതൊക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കി ആ കട്ടയൊക്കെ വാരി അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഞാനെൻ്റെ കുഞ്ഞ് അടുപ്പും വെച്ചിട്ടുണ്ട്, അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ വൃത്തിയാക്കി, കുറേ വൃത്തിയാക്കി. ഇവിടെ താമസമായത് മുതൽ പിന്നെ വൃത്തിയാക്കാനും തൂത്തുവാരാനും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഇപ്പോൾ കുറേയേറെ ഒരു സമാധാനം തോന്നുന്നു, കാരണം കാട് പോയപ്പോഴത്തേക്ക് തന്നെ ഏകദേശം നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എപ്പോഴോ ഒറ്റപ്പെട്ടു പോയപ്പോൾ എനിക്ക് ഞാൻ മാത്രമേ കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. ആരെയും ആശ്രയിക്കാനോ ആരോടും ഒന്നും പറയാനോ ഒന്നും ഞാൻ മുതിർന്നിട്ടില്ല. കാരണം എല്ലാം എൻ്റെ തെറ്റായി കണക്കാക്കപ്പെടുന്ന ജനങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും എന്നെ തുറന്നു കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. അങ്ങനെ തന്നെ ഞാൻ പലരിൽ നിന്നും വിട്ടകന്ന് നിന്നു. ഒരുപക്ഷെ കുടുംബം പോലും ചില സമയങ്ങളിൽ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളും ഞാൻ ആരെ അറിയിക്കാനും ആരും എന്നോട് ചോദിച്ചറിയാനും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഇനി ഉള്ള കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോടായി ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരും വീഡിയോകളിൽ ഞാൻ അതെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളിൽ ഒരുവളായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ പ്രതിസന്ധികളും കാരണങ്ങളും ദുഃഖങ്ങളും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാനും എനിക്ക് ബാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന എപ്പിസോഡിൽ ഞാൻ അതെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷവുമായി കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.